ഗുഡ് മോർണിംഗ് ശ്രീശൈലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28-ാം തീയതി നമ്മൾ നാളെയാണ് തിരിച്ചു പോണേ. അപ്പോൾ ഇന്ന് തന്നെ ലാസ്റ്റ് നമ്മൾ കീ വെസ്റ്റ് വരെ വണ്ടി ഓടിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 4 മണിക്കൂറുണ്ട് അങ്ങോട്ട് ഓടിക്കാൻ. നമ്മൾ താമസിക്കുന്ന വീടിൽ നിന്ന് വൺ സൈഡ് 4. അപ്പോൾ നമ്മൾ അവിടെ പോകുക. ഫസ്റ്റ് കീ വെസ്റ്റ് പോകുക. കീ വെസ്റ്റ് ആണ് എൻഡ്. അപ്പോൾ മാപ്പ് നോക്കി വെച്ചാൽ അമേരിക്കയുടെ എൻഡാണ് ആ ഏരിയ. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് ആയിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാണണം. തിരിച്ചു വരുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ നിർത്താമെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നിർത്താനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ സ്ഥലവും നിർത്താനുള്ള പരിപാടിയൊന്നുമില്ല. ഏതെങ്കിലും നമുക്ക് തോന്നി ഇഷ്ടമായ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മൾ നിർത്താനുള്ള പരിപാടിയാണ്. രാവിലെ ഇപ്പോൾ സമയം 7:22. പിന്നെ കീ വെസ്റ്റിൽ വെച്ചിട്ട് കീ വെസ്റ്റിലെ റൂട്ട് നല്ല റൂട്ടാണ്. രണ്ട് ഭാഗത്തും കടലാണ്. കാണാൻ പറ്റുമെന്ന് അറിയില്ല, വീഡിയോസിൽ വല്ലതെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ, കീ വെസ്റ്റ്. അപ്പം കീ വെസ്റ്റിലെ യാത്ര തുടരുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഒരു കോഴി നമ്മുടെ മുമ്പിൽ, കോഴിയുടെ വാലവിടെ അറിയില്ല. വണ്ടിയിൽ നമ്മൾ റോഷേട്ടനാണ് വണ്ടി ഓടിക്കണം. ഇപ്പോൾ അങ്ങോട്ട് ആമി കയറൂ, നമുക്ക് പോകാറായി. നമുക്ക് കീ വെസ്റ്റ് വരെ വണ്ടി ഓടിക്കാളാ. ഇവിടെ പിള്ളേർ കയറിയാ? ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പക്ഷെ ആപ്പിളും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വഴിയിൽ തിന്നാൻ വേണ്ടിയിട്ട്. കീ വെസ്റ്റിക്കുള്ള യാത്ര നമ്മൾ തുടങ്ങി. മയാമി ഇന്റർനാഷണൽ എയർപോർട്ട്. ഒമ്പനാണല്ലേ നമുക്ക് എന്തുവല്ലോ. രണ്ട് സൈഡിലും വാട്ടറാട്ടാ. ഓ, ഇവിടെ മറ്റേ ഇതുപോലെ നിൽക്കണേ, ചതുപ്പ് പോലെ കാണണേ. അറ്റത്ത് കടല് കാണാട്ടാ. അവിടെയൊക്കെ ഫോട്ടോ അടിച്ച് മുഴുവൻ കാണുമ്പോ കാടില്ലേ, ഒറ്റത്താണ് കടലല്ലേ. എന്റെ ഇടയിൽ കൂടെ ഉണ്ട് ഒരു അരുവി പോലെ. ഇവിടെയൊക്കെ ബോട്ട് വെച്ചിട്ടുള്ള കളികളാണ് അല്ലേ. എന്താ സ്ഥലം. ഐലൻഡ്സുകളാണ് കുറെ അല്ലേ. അത് കാണണല്ലേ. ഓക്കെ. ഓ, എന്താ കഥ. ഷിപ്പ് എന്താ നിർത്തിയിട്ടുണ്ട് ഓരോ വർഷത്തെ അവിടെ ഇങ്ങനെ. നീ എത്ര നാള് കാണല്ലേ തെങ്ങ് കാണണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയാൽ നാട്ടിലേക്ക് തന്നെ തെങ്ങ് കാണണമെങ്കിൽ. തിയേറ്റർ ഓഫ് ദ സീ 30 മൈൽ ahead. ഊട്ടുകൾ വിക്കട്ടെ കേട്ടാ. ഇതൊക്കെ പക്ക നാട്ടിലെ പോലത്തെ വീടുകളല്ലേ. ഇതാണ് തിയേറ്റർ ഓഫ് തിയേറ്റർ ഓഫ് ദ സീ മറൈൻ മാമൽ പാർക്ക്. അവിടെയാണ് നമ്മൾ വന്നേക്കണേ. നമ്മളിവിടെ നിർത്തിയിട്ടാ വഴിയിൽ. അപ്പോൾ ഇവിടുത്തെ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു, ഇങ്ങോട്ട് എത്തി. ഇനി നമുക്ക് അങ്ങടാ പോവാളെ കീ വെസ്റ്റിലേക്ക്. കീ വെസ്റ്റിലെ ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ പോകാനാണ് പരിപാടി. 9:30 ഓപ്പൺ ആവുമെന്നാണ് പറയണേ. സമയം 9:32. 9:30 ഓപ്പൺ ആവും. ഇതിൽ സ്വിം വിത്ത് ഡോൾഫിൻസ്, സീ ലയൺസ്, ഷാർക്സ് ആൻഡ് മോർ. രാവിലെ തന്നെ ഇത്തിരി നേരത്തെ, നമ്മൾ കറക്റ്റ് ടൈമിലാണ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നോക്കി നോക്കാം. ഓപ്പൺ അങ്ങോട്ട് ചെയ്യാ. ഇവിടെ വേണ്ട. ഓ, ഇവിടെ മറ്റേ ഇതല്ലേ ഷോപ്പുകള് അല്ലേ. ഇവിടെ നിന്ന് എന്തെങ്കിലും വേണ്ട സീറ്റ്. ഓ, വെക്കേഷൻ മോഡ് അല്ലേ. ഇവിടെ ഉണ്ടല്ലോ ഈ ചെയ്യാൻ പരിപാടികൾ. ഇവിടെയാണ് എൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. കുറേ ബുക്കുകളുണ്ട് കേട്ടോ പിള്ളേർക്ക്. നമുക്കും വായിക്കാൻ പറ്റുന്ന ബുക്കുകളാണ്. ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റുകളുണ്ട്. കുട്ടി ഷാർക്കായിട്ടുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കീ ചെയിനുകളാ അതൊക്കെ. കീ ചെയിനല്ലേ മല്ലേ. നല്ല നല്ല ബാഗുകളല്ലേ മല്ലിക്ക് ഇഷ്ടമായിണ്ടാവുമല്ലോ. ഇവിടെ ഡ്രസ്സുകള്, തൊപ്പികള്,
തൊപ്പികള്, ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്, ടീഷർട്ട്, പിള്ളേർക്കുള്ള ടീഷർട്ട് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഡോൾഫിൻ. നമ്മളുള്ളത് ഫ്ലോറിഡ കീയിലാണ് ഇപ്പോൾ വന്നേക്കണ സ്ഥലം. നമ്മളിപ്പോൾ കയറിക്കണത് കീ വെസ്റ്റിലേക്കാണ് നമ്മൾ പോകണേ. നമ്മളിങ്ങനെ വന്നു ഇപ്പോൾ നമ്മളെവിടെയാ? അറ്റ്ലാന്റിക് ഓഷ്യൻ, ഗൾഫ് ഓഫ് മെക്സിക്കോ ആണ് ഈ സൈഡ്. അറ്റ്ലാന്റിക് ഓഷ്യൻ, ഫ്ലോറിഡ, മയാമി, ഇതേ കീ ലാഗോന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങി. ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഏകദേശം ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് പോയാൽ ഇവിടെ എത്തി. ഇവിടെയാണ് എത്തേണ്ടത്. ഇതാണ് അതിൻ്റെ എൻഡ് പോയിന്റ്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഇതാണ് ഏറ്റവും അവസാനം. 0 മൈലുണ്ട്. 0 മൈലിന് അവിടെ എത്തി. പിന്നെ കടല, പിന്നെ അമേരിക്ക കഴിയും അതോടുകൂടി. സൗത്ത് എൻഡാണ് അതൊക്കെ. കുറേ പോയിന്റുകളുണ്ട് കേട്ടോ ഈ കീ വെസ്റ്റിലേക്കുള്ള യാത്രയിൽ. അതൊരു പോയിന്റിലാണ് നമ്മൾ വന്ന് നിൽക്കണേ. ഓ, ഇത് അടിപൊളിയുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലോ. കൊള്ളാം. അങ്ങനെ ഓരോ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഓൺലൈനിലൂടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ചെക്ക് ഇൻ ചെയ്യണം. നോക്കാം. ഡോൾഫിനെ വെള്ളത്തേക്ക് ഇറങ്ങി ഡോൾഫിന് ഉമ്മയൊക്കെ വെക്കാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ ഉമ്മ കിട്ടാനൊക്കെ കാശ് കൊടുക്കണം കേട്ടോ, എക്സ്ട്രാ $45 തോന്നുന്നു. നോക്കി നോക്കാം. നമ്മൾ എടുക്കണില്ല. നമ്മൾ കയറി ഉള്ളില് ക്രൊക്കഡൈൽ റെസ്റ്റ് റൂംസ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അല്ലേ? ഓ, റെസ്റ്റ് റൂംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ട്രോപ്പിക്കൽ വൈബിള്. 2 and 3 സെക്കൻഡ് 9:45 ക്രൊക്കോഡി. അത് തന്നെ. 2 and 3 എങ്ങോട്ടാണോ? ദേ 2 കാണിക്കുന്നു. ദേ 2. ഇതിവിടെയാണ് 2. ആ, അടിപൊളി പൂവ്. നൈസ്. കുറെ നമ്മുടെ നാട്ടില് തെച്ചി പൂക്ക് ഉണ്ട് ഇവിടെ. അടിപൊളി. ഫസ്റ്റ് ഇവിടെ കുറെ ഷോകളുണ്ട്. അപ്പൊ ഫസ്റ്റ് ഷോ മിസ്സായി. 9:30 അത് മിസ്സായി. ഇപ്പൊ രണ്ടാമത്തെ ഷോ എങ്കിലും കിട്ടുമെന്ന് നോക്കാണ്. ഓ, ഇവിടെയൊക്കെ എന്താ ഷോകളുണ്ട് കേട്ടോ. ഓ, പാരറ്റ്. എന്താ ഇതൊക്കെ? ഹലോ. കുറേ തത്തകൾ കേട്ടോ, വെറൈറ്റി തത്തകൾ, കൊമ്പൻ തത്തകൾ. കൊക്കടയിലുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. Now while we wait for Allie to come on up to the surface, I'll explain some of the things that I'm doing. The first in those training sessions. ഓ, ഉണ്ട്. ക്രൊക്കഡൈൽ വരുന്നുണ്ട്. Hi, girlfriends. Surface and get started in about 2 minutes at 10 o'clock. I'm going to finish up that training session with Allie right now, but I am going to jump off of ഓ, ഇവിടെയാണ് ഷോ, പാരറ്റിന്റെ ഷോ അല്ലേ? പാരറ്റ്. ഇതെന്താ? വമ്പൻ. എത്ര വലുതാ? വമ്പൻ ആമ. വാ സീറ്റ് കൂട്ടോ. വാ. നമ്മൾ ഈ പാരറ്റ് ഷോക്ക് പോണ്. നമ്മുടെ സ്റ്റാറുകൾ ഇവിടെ ഉണ്ട്. ബാക്കിൽ വാ. I would like to start with our favorite game called the Psychologist Color from Sport. Now it may look familiar to most of you as... Let's go. But before I begin, I would love to introduce Clover to all of you. 43 വയസ്സായിട്ട് തത്തക്ക്. This is because Clover is a hybrid. Meaning it makes up 2 different 43 ആണ് കേട്ടോ വയസ്സിന്റെ. This is really rare to occur out in the wild. This normally happens during domestic breeding situations when the number of partners are limited. And for those of you who are curious as to what Clover is mixed with, he is mixed with a Scarlet Macaw
which looks very similar to him in a Buffon's macaw. This is going to be the yellow star. This is the hardest piece as there's many edges and points to it. For us, we have our wrists and fingertips to twist and turn. But let's see how he does it with just his beak. Oh. Good. Finally, the dreaded blue circle. I am just kidding. This is the easiest piece. You should have started with first, but oh well. Good. Next, I'm gonna do. Oh, my apologies, buddy. I forgot your snack. Here. Oh. Come here, Clover. Middle, okay? If you can do that for me, bud, I will get you a nice and tasty pistachio. Color like our Moroccan cockatoo birdie at the end. Which brings out a really important question. This one is going to be the most obvious and the most dangerous. Any guesses on what that could be? It's going to be that thick, curved hook beak on the upper and lower mandible, which is great for their diets of seeds, fruits, nuts, and other natural vegetation. They also have a very strong bite force going up to 300 all the way up to 1,200 pounds of pressure, like our hyacinth macaws, Micaiah, and indigo. Instead are macadamia nuts. For those of you who are unfamiliar with macadamia nuts, it does take about 300 to 500 pounds to crack open. So for us, we might use a hammer, a vise, a heavy-duty nutcracker, but here at Theater, we use our hyacinths, indigo. The only issue is you will not be getting that macadamia nut back. Hyacinth macaws are the only known species in the world that can consistently crack open a macadamia nut. There you go. Take a look at those short legs. Good job. Parrots are not runners or waiters. You will notice right away those zygodactyl feet giving him a wide, firm, steady grip, and those short legs giving him a low center of gravity to be able to do this. An ostrich, a flamingo, myself would not be able to pull this off. Also notice as he is pushing that barrel forward, he is walking backwards. This is really rare to see because out in the wild, you may see a bird take a step or two back to avoid danger, but never see one continuously pedal back. Good. Do two more? Good. One more, hands up. Good. Right here. You did it. Oh, an extra one. You're such a show-off, handsome boy. Come here. Good job. Here at the Institute, we use a very common. Now time to introduce that recycling bin. Sometimes introducing something new can be terrifying. How did we overcome this fear? We put a whole bunch of food all over the recycling bin. Now my recycling bin are best friends. Some more times of application, I start to put my head on the final and end result. You got this? Good job! There is always something in it for them. Come here, my love. Are you looking at some of the most intelligent species on the planet? Unfortunately, look at the also known as laws of habitat. About 80% of parrots rely on the rainforest for survival. But every time a tree is 140. That's pretty loud. We got two more, love. Good. Yes, sweet girl. Go ahead. Good job, Birdie. And that is orange. He's going to be counting it out additional right subtraction here on करेगा. her favorite blue bell, like so. What I need to start this game is a number between 1 to 5. 3. Bouncing 3. Bouncing 3. You got this. Good. Next, I do need a number between 6 to 10. 7. Ready? 7. Get a good look. You got this, love. You got this. Good
3 ഇമ്പോർട്ടൻ്റാ. plus 7. Feel free to count out loud with Micaiah. What happened? Where's the rest of the numbers? സമ്മ് കണ്ടെത്തിയിട്ടത്. 10 minus 6. You got this. Yes, you do. You 4. got this. Go ahead. Good. This is the end of our show. അങ്ങനെ ആ ഷോ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത ഡോൾഫിൻ്റെ ഷോ ആണ് തോന്നുന്നു അല്ലേ? ഡോൾഫിൻ്റെ ഷോ അല്ലേ അടുത്ത്?
അടുത്തൊരെണ്ണം കൂടി ഉണ്ട്, നോക്കാം. റൈറ്റ് സൈഡിക്കല്ലേ? നമ്മളെന്താ അടുത്ത പരിപാടിക്ക് പോകണം. അടുത്ത പരിപാടി ഏതാ അമൂല്യ? സീ ലയൺ. ഓ എവിടുന്ന? ഓ For Jet. Hit it, Jet. Good. Wow. On time to leave me. You seals. First off, sea lions have external ear flaps located right on the sides of their head. Good. That you can actually see. A seal just has a hole behind the eye, enabling them to walk on all fours. See, it kind of looks like she has a tight skirt on, right? Now a seal, they can't move this way. Oh, how a seal moves on. Good, see? Good! You guys, oh no, there it is! Oh my God! There it is. You guys, you can see it. It's there. Whoop. It's gone. Good. And it's gone. Yay. Good. Her hiney. Her hiney. Think it's hiney? Good. Her nose. Good. I make a motion. She recognizes it. Good. 5, 3, boom. And going for gold with the flips. Boom. She catches them all. Ready for it? Big kids can play too. All right, here we go. All right, so you can just hold on to that. Don't do any catch it. There we go. All right, we go. There we go. All right. All right. Ditto. Very nice. Nose. Those whiskers pop up. Now the whiskers, they don't support the ball. They just help show Jet which direction the ball is moving, so she can adjust underneath. Dribble. Dribble. No way. Good. Get it from the water. She's gonna bring it all the way back up to the stage. And then she'll roll over one. Cut back to her seat and get your cameras ready. She's going to direct a pose. Good. She gets a lot of hits for that one, right? Slide on out of here. Good. We talked about this. We like the dolphin. Go ahead and blow you a big old pistol. It's wow. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കട്ടാ. വിശപ്പുണ്ട്, നല്ല വിശപ്പ്, നല്ല സെറ്റപ്പ് ആയിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് അടിപൊളിയുണ്ട്. ആമി, നിനക്ക് ഇന്ന് പരിപാടികളിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാ? എനിക്ക് തോന്നുന്നു ഡോൾഫിൻ. ഇതാ ഈ സീലൈനാ. ആണോ? ഡോൾഫിനെക്കാട്ടും രസം. ഡോൾഫിൻ രസമായിരുന്നു. ഡോൾഫിൻ സെക്കൻഡ് ലൈക്ക് ആയതല്ലേ? തേർഡ് parakeets and the last third one. ഓക്കെ. ഇത് നെല്ലിമര തോന്നുന്നു കണ്ടിട്ട്. നെല്ലിയുടെ പോലെ ഉണ്ട്. പിന്നെ അത് വാഴ ഉണ്ട്. തെച്ചി നമ്മൾ മുമ്പ് കണ്ടു. നമ്മൾ പറഞ്ഞ വഴിക്ക് തെച്ചി ഉണ്ട്, വാഴ ഉണ്ട്. കാനി കേരളം പോലെയാണ് കേട്ടോ ഇവിടെ. ഇത് ഇന്ത്യയിലത്തെ കുറെ ഐറ്റംസ് ആട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. വാഴയും തേങ്ങയും ഒക്കെ ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവ്. ആ ചെയ്യും പൂക്കളല്ലേ. ഇതൊക്കെ മൊത്തം ഏരിയ ഇന്ത്യൻ സാധനങ്ങളാണോ? ട്രോപ്പിക്കൽ ഏരിയയിലെ ട്രോപ്പിക്കൽ സാധനങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത് അല്ലേ? അല്ലേ കാണുമ്പോൾ? വാവ്, നൈസ്. ഇവിടെ കൂടെ നടക്കാൻ നമ്മുടെ വാഴ മിസ് ചെയ്യണ വാഴനെ. വാഴകൾ, ചെടികൾ.
നമ്മൾ അത്യാവശ്യം ഇതൊക്കെ കണ്ടു. നമ്മളിപ്പോൾ സീ ടർട്ടിൽ ഷോ അധികം നിന്നില്ല. പാരറ്റ് ഷോ ഉണ്ട്, ഡോൾഫിൻ ഷോ ഉണ്ട്, സീ ലയൺ ഷോ ഉണ്ട്. ഇത്രേ ഉള്ളൂ. അതിന് പല ടൈമിൽ കാണിക്കുന്നത്. ഇതാണ് ടോട്ടൽ മാപ്പ്. നല്ല ഭംഗിയുണ്ടല്ലോ വെള്ളം അല്ലേ? കൊള്ളാം കൊള്ളാം. വാവ്, നമ്മുടെ തെങ്ങാമേ. അവർക്ക് മിസ്സാവല്ലേ തെങ്ങ്? ഇത് നമ്മുടെ തെങ്ങാണല്ലേ? അതേ നീരൊക്കെ ഉണ്ട് കണ്ടാ. തെങ്ങ് നമ്മുടെ നാടത്തെ പോലെ ഉണ്ടല്ലോ ഇവിടെ. നമ്മുടെ വളപ്പ് പോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഭാഗം കാണുമ്പോ. ഇത് ട്രോപ്പിക്കൽ ഏഷ്യ ടു ഓസ്ട്രേലിയ. നമ്മൾ എക്സിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ വാ. ഉള്ള സ്ഥലം ഇതാട്ടാ, ഇസ്ലാമൂറാഡ സ്ഥലത്താണ് നമ്മൾ കീ വെസ്റ്റിക്കൽ ഓൺ ദ വേയിൽ കയറിയ സ്ഥലമാണ്. നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടോ. പരിപാടി കഴിഞ്ഞു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും പരിപാടികളൊക്കെ അടിപൊളി. ഡോൾഫിൻ്റെ പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ സീ ലയണിൻ്റെ അടിപൊളിയായിരുന്നു. പാരറ്റ്സിൻ്റെ പരിപാടി നന്നായിരുന്നു. അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. തകർത്തു. അവർ വരട്ടെ. അവർ വന്നിട്ടില്ല കേട്ടോ. റോസേട്ടനും ഫാമിലിയും ഭക്ഷണം കഴിക്കായിരുന്നു. ഞാനാ ഓടിക്കണേ. ലെഫ്റ്റ് വേറെ റൈറ്റ് വേറെ അല്ലേ? എന്താ വ്യൂ! രണ്ട് സൈഡിലും കട്ടലിൽ ചുറ്റപ്പെട്ട അടുക്കള ചെറിയൊരു എഡ്ജ് ഉണ്ടാക്കി പാലുണ്ടാക്കണ സമയങ്ങളല്ലേ? ഇവിടെ വ്യൂ പോയിന്റ് ആണോ? 7 മൈലാണ് കേട്ടാ ഈ ബ്രിഡ്ജിന്റെ നീളം. പാരലായിട്ട് നടക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. ബ്രിഡ്ജാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. 7 മൈലില വമ്പം ബ്രിഡ്ജിൽ കൂടെ ഓടിക്കുന്നതിൽ അഭിമാനം. അമേരിക്കയുടെ എൻഡിലേക്ക്, സൗത്ത് എൻഡിലേക്ക് നമ്മൾ എത്താൻ വെറും 1 hour മാത്രം. അമേരിക്കയുടെ കന്യാകുമാരിയിലേക്ക് പോണ. അമേരിക്കയുടെ കന്യാകുമാരി നമ്മൾ എന്റെ ഇടയിൽ കൂടെ ഷിപ്പിനും ബസ്സല്ലല്ലോ ഷിപ്പിന് പോവാൻ വേണ്ടിട്ട്. അല്ലല്ല പൊക്കണതല്ല, അവിടെ വെട്ടിട്ടേക്ക. എന്ത് ചാനലാണ് മൂർത്തി വെച്ചേക്കണ. വലിയ ഷിപ്പ് വരില്ല. പഴയ പാലാട്ടതൊക്കെ പണ്ട് പോയിക്കധികം ഉണ്ടാവും വണ്ടികള്. അതാണ് പണ്ടതായിരുന്നു വഴി. അതിന് പുതിയത് എവിടെ പണിതപ്പോ അത് ഉപയോഗശൂന്യമല്ലാതെയായി മാറി. ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു വഴി. രാത്രി നല്ല ഭംഗിയുണ്ടാവും. എത്ര അടിക്ക് ഒരു പണിതുണ്ടാവില്ല അടിയിലേക്ക്? അവിടെ ഒരു ബിൽഡിങ്സ് ഉണ്ട് ആ ഐലൻഡിൽ, റൈറ്റിലുള്ള ഐലൻഡില്. ദൈവമേ, ഇതൊക്കെ വെള്ളം കയറിയാ, കുറച്ച് വെള്ളം കയറിയാ മതി. വെള്ളം കയറിയിട്ടങ്ങ നിക്കണേ. നോക്ക്, അതിന്റെ ചുറ്റും അവര് മരട്ടിട്ട് വെള്ളം കയറാതെയുള്ള ലെവലിലേക്ക് ആക്കിയേക്ക. റോഡ് സൈഡില് മാനൊക്കെ ഇവിടെ. വെറുതെ അല്ലല്ലേ മാൻ ക്രോസ് ചെയ്യുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് ജസ്റ്റ് 6 മിനിറ്റ് ആയുള്ളൂ അമേരിക്കയുടെ സൗത്ത് എൻഡിലേക്ക് എത്താറായി. ബീച്ച് റിസോർട്ട് വണ്ടി അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട് വെച്ചു. ഇവിടെ ഫാൻ പാർക്ക്. നോക്കിട്ട് നല്ല രസമുണ്ടല്ലോ. തേർഡ് മോസ്റ്റ് പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇതൊക്കെ അതെന്താ ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു പോയിന്റ് ആവട്ടോ, ഒരു ചെറിയ കുറ്റി. ബസ് എടുത്ത് ടൂർ ഉണ്ട്, പരിപാടി ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ ബസ്സുകളാണ്.
അങ്ങനത്തെ ടൂറുണ്ട്, ബസ് ടൂറുണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കും. ട്രെയിൻ ടൂറുണ്ട് ഇവിടെ ആകുമ്പോൾ.